Hello? എന്തായി സ്നേഹയുടെ വീടിയുടെ കാര്യം? I already told you. My demand is very simple. 25 lakhs. 25 lakhs? അത് നടക്കത്തില്ല എന്ന് നിനക്കും അറിയാം, എനിക്കും അറിയാം. നീ ഒരു അഡ്ജസ്റ്റബിൾ റേറ്റ് പറ, അല്ലെങ്കിൽ ആ വീഡിയോ എങ്ങനെ വാങ്ങണമെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. See അജു, എനിക്കിതിനെപ്പറ്റി കൂടുതലൊന്നും സംസാരിക്കാനില്ല. എൻ്റെ അക്കൗണ്ടിൽ 25 lakhs വീഴുന്ന ആ നിമിഷം ആരും കാണാതെ ആ വീഡിയോ നിൻ്റെ കയ്യിലെത്തും, അത്രേ ഉള്ളൂ. ഹലോ ഹലോ ഗാരി. പറബായി, ഞാനൊന്നൊരു വീഡിയോയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു. ആ വീഡിയോ തരാൻ അവന് 25 ലക്ഷം രൂപ വേണമെന്നാ പറയും. നീ എങ്ങനെയെങ്കിലും ആ വീഡിയോ എനിക്ക് ഒപ്പിച്ചേരണം. പേടിക്കാതെ ബായി, നമുക്ക് നമ്മുടെ പയ്യന്മാരെ പണിയേൽപ്പിക്കാം. ഞാൻ ആ മുരുകനെ ഒന്ന് വിളിക്കട്ടെ, അവനായി പണിക്ക് ബെസ്റ്റ്. ശരിടാ. ഹലോ സാറ് സെക്യൂരിറ്റി റൂമിൽ നിന്നാ. ഓക്കെ, പറഞ്ഞു. സാർ, സ്റ്റീഫൻ സാറിനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ആണോ? ആരാത്? സാർ, പുള്ളി ഏതോ പത്രത്തിൻ്റെ റിപ്പോർട്ടറാണെന്നാണ് പറഞ്ഞത്. സ്റ്റീഫൻ സാറിനെ കുറിച്ച് ഇൻ്റർവ്യൂ ചെയ്യണമെന്ന്. ആണോ? ഞാൻ സാറിനോടൊന്ന് ചോദിക്കട്ടെ. സാറിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ ഒരു പത്രക്കാരൻ പുറത്ത് വന്നിട്ടുണ്ട്. എങ്ങനെ അകത്തേക്ക് കയറ്റിവിടണോ? ഞാനൊരു ഇൻ്റർവ്യൂവും കമ്മിറ്റ് ചെയ്തിട്ടില്ലല്ലോ. സാർ, ഒരു 5-10 മിനിറ്റ് മാത്രം മതിയെന്നാണ് പറയുന്നത്. ഓക്കെ, സെൻഡ് ഹിം ഇൻസൈഡ്. ഓക്കെ സാർ. സാർ, ആ പത്രത്തിൻ്റെ റിപ്പോർട്ടർ വന്നിട്ടുണ്ട്. എന്താ ചെയ്യുക? അയാൾ ഏത് പത്രത്തിൻ്റെ റിപ്പോർട്ടറാണെന്നാണ് പറഞ്ഞത്? ഏതോ വ്യാപാരവേദി എന്നാണ് പറഞ്ഞത്. ഓക്കെ, വിളിക്ക്. യെസ് സർ. മേ ഐ കം ഇൻ? കം, ഇരിക്കൂ. താങ്ക് യു സർ. കം, ഇരിക്കൂ. വ്യാപാരവീഥി, ഇങ്ങനൊരു പത്രമുണ്ടോ? സാർ, അത്ര ഫേമസ് പത്രമൊന്നുമല്ല, ചെറിയൊരു സ്റ്റാർട്ടപ്പാണ് സാർ. ഓക്കെ, എനിക്കൊരു 5 to 10 minutes അലോ ചെയ്യാൻ പറ്റുള്ളൂ. ഐ ഹാവ് മീറ്റിംഗ് ആഫ്റ്റർ ദാറ്റ്. ഓക്കെ സാർ. ഓക്കെ സാർ, നോ പ്രോബ്ലം. എന്നാലും ഞാൻ ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഉടനെ തന്നെ കടക്കാം. സാർ, ഈ പ്രായത്തിൽ തന്നെ ഈ ബിസിനസ് ഫീൽഡിൽ ഇത്രയധികം അച്ചീവ്മെൻറ്റ്സ്, എന്താണ് സാർ ഇതിന് പിന്നെ സീക്രട്ട്? ഇൻ സിമ്പിൾ വേർഡ്സ്, കമ്മിറ്റ്മെൻറ്റ് ആൻഡ് ഹാർഡ് വർക്ക്. ഈ ഫീൽഡിലോട്ട് പുതിയതായിട്ട് വരുന്ന ന്യൂ കമേഴ്സിനോട് സാറിന് എന്താണ് പറയാനുള്ളത്? മേക്ക് യൂസ് ഓഫ് ന്യൂ ഐഡിയാസ് ഇഫ് യു വാണ്ട് ടു സക്സീഡ്. സാർ, അടുത്തതായി ഒരു പേഴ്സണൽ ചോദ്യം സാർ. എന്താണ് ഇവിടെ പേഴ്സണൽ ചോദ്യത്തിൻ്റെ ആവശ്യം? താങ്കൾ എൻ്റെ ബിസിനസ് ഫീച്ചറിനെ പറ്റിയല്ലേ ഇൻ്റർവ്യൂ എടുക്കാൻ വന്നത്? അയ്യോ സാർ, സാറിൻ്റെ ഫാമിലിയെ പറ്റി ഒന്നുമല്ല, ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ചോദ്യമാണ് സാർ. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്? സാർ, സാറും ഈ അബ്കാരി കോൺട്രാക്ടർ മാത്തച്ഛൻ്റെ മോൻ അജോയും തമ്മിൽ ഏതോ ഒരു വീഡിയോയുടെ പേരിൽ എന്തോ ബാർഗെയിനിങ് നടന്നെന്ന്. അപ്പോൾ താനാണല്ലേ മുരുകൻ? എടോ, അജോയുടെ ഗാങ്ങിൽ തന്നെ എൻ്റെ ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ വാങ്ങാൻ ഏതോ ഒരു മുരുകനെ അയക്കുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അപ്പോൾ സാറിന് എന്നെ മനസ്സിലായ സ്ഥിതിക്ക് ഇനി ഞാൻ അധികം ഒന്നും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ വീഡിയോ എങ്ങനെ തന്നാൽ ഞാനങ്ങ് പൊക്കണം സാർ. എൻ്റെ ഓഫീസിൽ വന്ന് അത്ര എളുപ്പത്തിൽ ആ വീഡിയോ കൊണ്ടുപോകാമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? തനിക്ക് ആ വീഡിയോ പറ്റി എന്തറിയാം? കിട്ടുന്ന കാശിന് ഞാൻ പണി ചെയ്യും, അല്ലാതെ ഇതുപോലത്തെ കാര്യങ്ങളെപ്പറ്റി അധികം അന്വേഷിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല സാർ. അതാണോ അതിൻ്റെ ന്യായം? ഇതിനിറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് അജോ എന്തിനാണ് വീഡിയോ പറ്റി പേടിക്കുന്നതെന്ന് താങ്കൾ അറിഞ്ഞിരിക്കണം. പെൺകുട്ടികളെ ആത്മാർത്ഥ പ്രണയം നടിച്ച് കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞ് ഇത്തരത്തിൽ ചതിച്ച് വീഡിയോ എടുക്കുകയും അത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുകയും അവൻ്റെ സ്ഥിരം പരിപാടിയാണ്. സാർ, ഞാൻ ഇതുവരെ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ സാർ ഇപ്പോൾ പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ കാര്യത്തിൽ സാറിനിലാണ് ന്യായമെന്ന്. അവൻ്റെ കല്യാണം ഇപ്പോൾ ഏതൊരു കോടീശ്വരിയുമായി ഉറപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കിട്ടാൻ വേണ്ടി അവൻ എന്തും ചെയ്യും. സാർ, ഞാൻ ഒരു കാര്യം പറയാം. ഈ വീഡിയോ സാറിൻ്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം സാറിന് അപകടമാണ്. കാരണം
ഇതൊക്കെ സാറ് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം എനിക്ക് മനസ്സിലായി. പക്ഷേ അജോ അയക്കുന്ന അടുത്തയാൾ ചിലപ്പോൾ സാറിനെ കൊന്നിട്ടാണെങ്കിലും ഈ വീഡിയോ കേട്ടേ പോകും. അതിനാൽ തന്നെ സാർ ഈ വീഡിയോ എന്നെ ഏൽപ്പിക്കുക. ഇത് അജോയുടെ കയ്യിലെത്തില്ല. അത് എൻ്റെ വാക്കാണ് സാർ, എന്നെ വിശ്വസിക്കുക. ഓക്കെ, വീഡിയോ നിങ്ങളെ ഏൽപ്പിക്കാം. അപ്പോൾ ഓക്കെ സാർ. ഓക്കെ, ബൈ സാർ. ഹലോ അജോ, അശ്വിന, നിനക്കിട്ടൊരു പണി വരുന്നുണ്ട്. നീ പറഞ്ഞു വിട്ട മുരുകനില്ലേ, അയാളാണെന്ന് തോന്നുന്നു. ഇവിടെ വന്നായിരുന്നു. എന്തോ കുഴപ്പമുണ്ട്. കുറേ സംസാരിക്കുന്നത് കണ്ടു. പിന്നെ കൈ കൊടുത്തൊക്കെ ഇറങ്ങിയത്. നീ ഒന്ന് ശ്രദ്ധിച്ചേരെ. ശരിടാ. എന്തായടോ അമ്മ കോൾസ് ട്രേസ് ചെയ്തോ? സർ, അജോ അവസാനമായിട്ട് വിളിച്ചത് ഒരു ഗാരിയെയും അശ്വിനെയാണ്. എന്നിട്ട് അവരെ കൊണ്ടുവന്നിട്ടുണ്ട് സർ. ആ കൊട്ടേഷൻകാരുടെ പേരെന്തായിരുന്നു? സർ, അവൻ്റെ പേര് ഗാരി. അവനെ എങ്ങനെ വിളിക്കും? ഓക്കെ സർ. ആ ഡോറങ്ങ് അടയ്ക്ക്. എന്താ നിന്റെ പേര്? ഗ്യാരി. ഓക്കെ ഗ്യാരി, നീ എന്തിനാ അജയ് വിളിച്ചേ? സാർ, അത് ഗ്യാരി, നീ ഉള്ള സത്യം അതുപോലെ അങ്ങ് പറഞ്ഞാൽ നമുക്ക് രണ്ടു കൂട്ടർക്ക് എളുപ്പമുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് നിനക്ക് പ്രശ്നമാകും. അതുകൊണ്ട് എന്താ നടന്നതെന്ന് വെച്ചാൽ നീ അതുപോലെ അങ്ങ് പറയും. സാർ, അത് പറടാ. സാർ, ഞാൻ വെറും മീഡിയേറ്റർ മാത്രമാണ്. എനിക്ക് വേറൊന്നും അറിഞ്ഞുകൂടാ. മുരുകനോ? അവനിപ്പോൾ എവിടെയുണ്ട്? അതെനിക്കറിയില്ല സാർ. കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാൻ അവനെ ട്രൈ ചെയ്തുകൊണ്ട് ഫോൺ ഔട്ട് ഓഫ് കവറേജാണ്. അവൻ്റെ ഫോട്ടോ എങ്ങാനും നിന്റെ കയ്യിലുണ്ടോ? അത് ഒരു മിനിറ്റ് സാർ, ഞാൻ നോക്കട്ടെ. നീ പുറത്തേക്ക്. എടോ അടുത്തവനെ വിളിക്ക്. അടുത്തത് കൊല്ലപ്പെട്ട സ്റ്റീവൻ ജോർജിൻ്റെ ഓഫീസ് സ്റ്റാഫാണ്. ഓക്കെ, നിന്റെ പേരെന്താ? സാർ, എൻ്റെ പേര് അശ്വിൻ. അജോ കൊല്ലപ്പെട്ട ദിവസം നീ എന്തിനാ അവനെ വിളിച്ചേ? അജോ അവനെൻ്റെ ഒരു ഫ്രണ്ടാണ്. നീ അന്നേ ദിവസം എന്തിനാ അവനെ വിളിച്ചു? അത് ഇപ്പൊ തനിക്ക് മനസ്സിലായടോ എന്താ സംഭവിച്ചതെന്ന്? ഇല്ല സർ. ചുമ്മാ ഒന്ന് കണക്ട് ചെയ്ത് നോക്ക്. സ്റ്റീഫനും മുരുകനും ഒന്നിച്ച കാര്യം അശ്വിൻ വഴി അജു അറിഞ്ഞു. മുരുകൻ ഒരു വാടക കൊണ്ടായതുകൊണ്ട് തന്നെ സ്റ്റീഫൻ കൂടുതൽ കാശ് ഓഫർ ചെയ്തിട്ടുണ്ടാകും അജോയെ വക വരുത്താൻ. അജോ അതറിഞ്ഞു. സ്റ്റീഫനെ കണ്ട് വീഡിയോയ്ക്ക് വേണ്ടി അവർ തമ്മിൽ ഉരസി കാണും. ഒടുവിൽ അതൊരു കൊലപാതകത്തിലായിരിക്കും അവസാനിച്ചത്. ഐ മീൻ, അജോ സ്റ്റീഫനെ കൊന്നു. ബട്ട് ഇത് മുരുകൻ അറിഞ്ഞു. സ്റ്റീഫന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശിന് പ്രത്യുപകാരമായി, അല്ലെങ്കിൽ സ്റ്റീഫന്റെ വശത്താണ് ന്യായമെന്ന് കരുതി മുരുകൻ അജയ് കൊന്നു. ദാറ്റ് സിമ്പിൾ ലോജിക്. അതെ സർ, അങ്ങനെയാണ് സംഭവിച്ചത്. ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് മുരുകനെ പൊക്കണം. അതോടെ കേസ് ക്ലോസ്. നീ അവന്മാരെങ്ങ് വിളിക്കും. എന്തായടോ, മുരുകന്റെ ഫോട്ടോ കിട്ടിയോ? സാർ, ഞങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോയിൽ അവനുണ്ട്. ഇതായി 3ാമത് നിൽക്കുന്നതാണ് സാർ. See this. നമ്മുടെ സർക്കിളിൽ ഇൻഫർമേഷൻ പാസ് ചെയ്തേക്ക്. എത്രയും പെട്ടെന്ന് മുരുകനെ പൊക്കണം. ഓക്കെ സാർ, ഇയാളല്ല ഇന്ന് ഓഫീസിൽ വന്നത്. താൻ എന്തുവാടോ ഈ പറയുന്നത്? നേരെ നോക്ക്. സാർ, എനിക്ക് ഉറപ്പാ ഇയാളല്ല ഇന്ന് ഓഫീസിൽ വന്നത്. നീ ഇവനെ തന്നെയല്ലേ പണി ഏൽപ്പിച്ചത്? ഇവൻ തന്നെ സാർ, മാറ്റമൊന്നുമില്ല. അപ്പോൾ സർ, സ്റ്റീവൻ്റെ ഓഫീസിൽ പോയാലായിരിക്കും. നിങ്ങളുടെ ഓഫീസിൽ CCTV ഉണ്ടോ? ഉണ്ട്. ഓക്കെ, then we need to check the CCTV footage. ഷുവർ.
പറഞ്ഞോളൂ. ഓക്കെ സാർ. ഹലോ, ആരാ? വി ആർ ഫ്രം CBI. സാർ പറയൂ സാർ. ഞങ്ങൾക്ക് 27 ജൂണിലെ CCTV ഫുട്ടേജ് ഒന്ന് കാണണം. ഓക്കെ സാർ, ഇരിക്കൂ സാർ, ഞാനൊന്ന് പെർമിഷൻ വാങ്ങിച്ചിട്ട് വരാം. ഓക്കെ. ആ അശ്വിനെയും കൂടെ നമുക്കൊന്ന് വിളിക്കണം. യെസ്. സാർ, അന്ന് പത്രക്കാരനാണ് എന്ന് പറഞ്ഞു വന്ന ആളിന്റെ മുഖം ഇതിൽ കറക്റ്റായിട്ട് വിസിബിൾ ആകുന്നില്ല സാർ. എന്താ സാർ, പുള്ളി എല്ലാ വിഷ്വൽസിലും ക്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള വിഷ്വൽസ് ഒക്കെ ഫുൾ ബ്ലേർഡ് ആണ് സാർ. അതെന്താ ബ്ലേർഡ് ആകാൻ കാരണം? സാർ, എനിക്ക് തോന്നുന്നു ഫ്ലാഷ് ലൈറ്റോ ലേസർ ലൈറ്റ് എങ്ങാനും ക്യാമറയിലേക്ക് അടിച്ചാൽ ബ്ലർ ആവാൻ ചാൻസ് ഉണ്ട്. യാ, ദർ ഈസ് എ ചാൻസ്. ഗുഡ് പോയിന്റ്. അശ്വിൻ, തനിക്ക് അയാളുടെ മുഖം ഓർമ്മയുണ്ടോ? ഓ ഇല്ല സാർ, എനിക്കങ്ങനെ ഓർമ്മ കിട്ടുന്നില്ല. പക്ഷേ നല്ലൊരു പ്രശ്നമുണ്ടല്ലോ സാർ. ഗ്യാരി പണി ഏൽപ്പിച്ച ഒറിജിനൽ മുരുകനെ ഇപ്പോൾ പോയി. ഗാരി അന്ന് ഏൽപ്പിച്ച ഫോട്ടോ ഇയാളുടെ കയ്യിലില്ലേ? ഫോട്ടോ ഉണ്ട്. ഇയാളെ ഇവിടെ വല്ലതും കണ്ടിട്ടുണ്ടോ? സാർ, ഇയാളോ? ഓക്കെ സാർ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ സാർ, ഞാൻ പറഞ്ഞേ. ഓക്കെ ഓക്കെ. സ്റ്റീവൻ എനിക്കൊന്ന് കാണണം. താനാരാ? അത് തന്നോട് പറയേണ്ട ആവശ്യമില്ല എനിക്ക്. ഇറങ്ങി പോടോ. ഇയാളൊന്ന് വന്നിട്ടുണ്ടായിരുന്നു സാർ ഇവിടെ, പക്ഷെ ഫുൾ വെള്ളമായിരുന്നു. ഞാൻ സ്റ്റീഫൻ സാറിനെ ഫോൺ വിളിച്ച് ചോദിച്ചായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞ അകത്തേക്ക് വേണ്ട, ഞാൻ പറഞ്ഞു വിട്ടു സാർ. ഓക്കെ. ഇവിടെ ഒന്ന് പുകച്ചിട്ട് പോവാം. ഒന്ന് വണ്ടി നിർത്താം സാർ. You want? No thanks. ഈ കേസിൽ ഇതുവരെയുള്ള നമ്മുടെ അന്വേഷണം വെച്ച് ഒരു കാര്യം ഉറപ്പിക്കാം. സ്റ്റീഫന്റെ ഓഫീസിൽ അന്ന് വന്ന റിപ്പോർട്ടർ അവനാണ് ഈ കഥയിലെ വില്ലൻ. ഇനി അവനെ കിട്ടിയാലേ നമുക്ക് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. സാർ, പക്ഷേ എങ്ങനെ? അവനെ ട്രേസ് ചെയ്യാൻ അവൻ്റെ ഫോട്ടോയോ ഫോൺ നമ്പറോ നമ്മുടെ കയ്യിലൊന്നുമില്ല. പിന്നെ ഫിംഗർ പ്രിൻ്റ് സ്കോപ്പ് ആണെങ്കിൽ അതും നമ്മുടെ കയ്യിലില്ല. പിന്നെ എങ്ങനെ കണ്ടുപിടിക്കുന്നത് സാർ ഈ പറയുന്നത്? എടോ, അവനെ കണ്ടുപിടിക്കണമെന്നേ ഞാൻ പറഞ്ഞോളൂ. എങ്ങനെ കണ്ടുപിടിക്കും, എപ്പോൾ കണ്ടുപിടിക്കും, അത് നമുക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഏതായാലും ചത്തവന്മാര് പുണ്യാളന്മാരൊന്നും അല്ലല്ലോ. സാർ, ഇനി എന്നാ മലയ്ക്ക് പോകുന്നത്? അടുത്ത ആഴ്ച പോണം. പോയിട്ട് വന്നിട്ട് ബാക്കി നോക്കാം. അതെ. ഹലോ. ഞാൻ പറഞ്ഞ വീഡിയോ തരാൻ എന്തായി? നീ എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് ചതിച്ചു. ഇനി എന്നെ ഉപദ്രവിക്കരുത്. നിന്റെ ഒരു വീഡിയോ എൻ്റെ കയ്യിലുള്ള കാര്യം നിനക്ക് അറിയാലോ അല്ലേ? അതെങ്ങാനും നിന്റെ കെട്ടിയോൻ എത്തിച്ചു കഴിഞ്ഞാൽ എന്താവും നിനക്കറിയോ? ഡാ, നിനക്ക് ഈ ചെയ്യുന്നതിൽ തെറ്റൊന്നും തോന്നുന്നില്ലേ? എന്തിന്? ഇതെൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണെന്ന് നിനക്കറിയാമല്ലോ. ഞാനിങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യും. അതെൻ്റെ സ്ഥിരം പരിപാടിയാണ്. അത് നീ ഇടപെടേണ്ട ആവശ്യം.
ഇതിപ്പോൾ എത്ര പെമ്പിള്ളേരാടാ, ഇത് ഭയങ്കര ചീപ്പാണ്. നീ ഇത് നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, നീ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട. ഓക്കെ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാടാ. ആ ഓക്കെ. അജോ, ഞാൻ ഇറങ്ങും കേട്ടോ. ഓക്കേടാ. എന്തിട്ടുണ്ടേ കഴിക്കല്ലേ? ഇപ്പൊ എടുത്തു വയ്ക്കാം. ഒരു മിനിറ്റ് ഞാൻ വിളിക്കാം. എൻ്റെ പെങ്ങളുടെ പേഴ്സണൽ ഡയറിയിൽ നിന്നും ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ അതാണ് എന്നെ ഈ കേസിലേക്ക് വലിച്ചടിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അജോയെ ഫോളോ ചെയ്തത്. പക്ഷേ അജോയെ ഫോളോ ചെയ്തപ്പോൾ അജോയും സ്റ്റീഫനും തമ്മിലുള്ള ഫോൺ കോൾ ഞാൻ ശ്രദ്ധിക്കുകയും അതിൽ നിന്ന് വീഡിയോ യഥാർത്ഥത്തിൽ സ്റ്റീഫൻ്റെ കയ്യിലാണ് ഉള്ളതെന്ന് ഞാൻ അറിയുകയും ചെയ്തു. പിന്നെ എൻ്റെ ടാർഗറ്റ് സ്റ്റീഫനായിരുന്നു. പിന്നെ സ്റ്റീഫൻ്റെ ഓഫീസിലെത്തി ആ വീഡിയോ എങ്ങനെയെങ്കിലും കൈക്കലാക്കാൻ ഞാൻ തീരുമാനിച്ചു. പക്ഷേ സ്റ്റീഫൻ്റെ ഓഫീസിൽ ഒരിക്കലും ഞാൻ പിടിക്കപ്പെടാൻ പാടില്ല. അതിനാൽ തന്നെ ആ ഓഫീസിൻ്റെ ബ്ലൂ പ്രിൻറ്റ് തയ്യാറാക്കി അവിടെ CCTV ക്യാമറകൾ ഏതൊക്കെ ലൊക്കേഷനിലാണെന്ന് മനസ്സിലാക്കി ഒരു പ്ലാൻ തയ്യാറാക്കിയാണ് ഞാൻ സ്റ്റീഫൻ്റെ ഓഫീസിലെത്തിയത്. പക്ഷേ സ്റ്റീഫൻ്റെ ഓഫീസിൽ പത്രക്കാരനെത്തിയ എനിക്ക് സ്റ്റീഫൻ്റെ വായിൽ നിന്നും മുരുകൻ എന്നൊരു പേര് കിട്ടി. ഞാൻ എൻ്റെ യഥാർത്ഥ ഐഡൻറ്റിറ്റി വെളിയിലാകാതിരിക്കാൻ സ്റ്റീഫൻ്റെ ഗസ് മാറ്റാനും പോയില്ല. ഞാനൊരു ബിസിനസ്മാനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അജയോട് ചോദിച്ച് 25 ലക്ഷം നിങ്ങൾ എനിക്ക് തരികയാണെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് തരാം. അത്രേ ഉള്ളൂ. സാർ, ഞാൻ പറയാൻ പോകുന്ന ഓഫർ എന്ന് പറഞ്ഞാൽ സാറിന് ANC ബിൽഡേഴ്സുമായിട്ട് 5 വർഷത്തേക്കുള്ള ബിസിനസ് കോൺട്രാക്റ്റാണ്. ഇതാ സാർ അതിന് പ്രൂഫ്. ഓക്കെ, താങ്ക് യു സാർ. സാർ, ഇതിൻ്റെ കോപ്പിയൊന്നും സാറിൻ്റെ ഇല്ലല്ലോ അല്ലേ? ഇതൊരു ബിസിനസ് ഡീലായിരുന്നു, അത് നടന്നു. ഇനി എനിക്ക് ഇതിൻ്റെ കോപ്പിയുടെ ആവശ്യമില്ല. താങ്ക് യു സാർ. അപ്പോൾ ഓക്കെ സാർ. ഓക്കെ. വിഷ്വൽസിൽ മുഖം വരാതിരിക്കാൻ ക്യാമറ ഉള്ളിടത്ത് ക്യാപ്പ് വെക്കാനും ലേസർ ലൈറ്റ് ഉപയോഗിച്ച് വിഷ്വൽസ് ബ്ലറാക്കാനും ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഹലോ അജോ, അശ്വന, നിനക്കിട്ടൊരു പണി വരുന്നുണ്ട്. നീ പറഞ്ഞു വിട്ട മുരുകനല്ലേ, അയാളാണെന്ന് തോന്നുന്നു. ഇവിടെ വന്നായിരുന്നു. എന്തോ കുഴപ്പമുണ്ട്. കുറേ സംസാരിക്കുന്നത് കണ്ടു. പിന്നെ കൈ കൊടുത്തൊക്കെ ഇറങ്ങിയത്. നീ ഒന്ന് ശ്രദ്ധിച്ചേരെ. ആ കലിപ്പിൽ വീഡിയോയ്ക്ക് വേണ്ടി അജോ സ്റ്റീഫനെ കാണാൻ വന്നു. അവർ തമ്മിലുള്ള വഴക്കിൽ അജോ സ്റ്റീഫനെ കൊല്ലുകയും ചെയ്തു. വണ്ടി എടുത്ത് മാറ്റാം.
നഗരത്തെ നടുക്കിയ സ്റ്റീഫൻ അജോ ഇരട്ടക്കൊലപാതകത്തിൽ വ്യക്തമായ തെളിവുകൾ ലഭിക്കാതെ പോലീസ് ഇരുട്ടിൽ തപ്പുന്നു. കൊല്ലത്ത് നടന്ന പ്രസ് മീറ്റിൽ ഇതേപ്പറ്റി ചോദ്യങ്ങൾ ഉയർന്നെങ്കിലും കൂടുതൽ പ്രതികരിക്കാൻ ആഭ്യന്തരമന്ത്രി തയ്യാറായില്ല. ചേട്ടാ, ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, വാ. ഇതാ വരുന്നു. ഞാൻ ഈ ചെയ്തതിൽ എനിക്കൊരു പശ്ചാത്താപവുമില്ല. കാരണം ഞാൻ എൻ്റെ പെങ്ങൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത്. ചിലപ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ ഞാൻ തെറ്റുകാരനായിരിക്കാം, പക്ഷേ എൻ്റെ മനസാക്ഷി കോടതിയിൽ എനിക്കൊരു കുറ്റബോധവുമില്ല. ആ പെൺഡ്രൈവും അതിലെ വീഡിയോയും ഇല്ലാതാക്കിയതിനാൽ ഇനി എൻ്റെ പെങ്ങൾക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. ഈ കഥയിലെ എൻ്റെ റോളിനെ പറ്റി എൻ്റെ പെങ്ങൾ അറിയണ്ട. ആ സസ്പെൻസ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പിന്നെ അവനൊക്കെ ചാകേണ്ടവൻ തന്നെയാണ്. ഇങ്ങനെ പെണ്ണുങ്ങളെ ഉപദ്രവിക്കുകയും ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ചെയ്യുന്നവന്മാരെ കോടതിക്കും പോലീസിനും ഒന്നും കൊടുക്കാതെ ഇങ്ങനെ അങ്ങ് തട്ടിക്കളയുക. അങ്ങനെയാണെങ്കിലേ നാളെ ഇവന്മാർക്കൊക്കെ ഒരു പേടിയുണ്ടാവും.